മുൻ ഡിവൈഎസ്പി മധു ബാബുവിനെ സംരക്ഷിക്കുന്നത് പോലീസ് മേധാവിയായിരുന്ന സെൻകുമാറാണെന്ന് SFI മുൻ നേതാവ് ജയകൃഷ്ണൻ തണ്ണിത്തോട്. ജില്ലാ പോലീസ് മേധാവിയുടെ അന്വേഷണ റിപ്പോർട്ട് DGP ആയിരുന്ന സെൻകുമാറിന് മുന്നിൽ എത്തിയിരുന്നു. എന്നാൽ ഈ വിഷയത്തിൽ ഒരു നടപടിയും സ്വീകരിച്ചില്ല. 2012 കോന്നി SHO ആയിരുന്ന മധുബാബു ക്രൂരമായി മർദ്ദിച്ചുവെന്നായിരുന്നു ജയകൃഷ്ണന്റെ ആരോപണം. 2012 എന്നെ മർദ്ദിച്ച പോലീസ് റിപ്പോർട്ട് അന്നത്തെ DGP ആയിരുന്ന സെൻകുമാർ സാറിന്റെ കൈവശമാണ് ചെല്ലുന്നത്. അതിന് കൃത്യമായി എവിഡൻസ് ഇന്ന് പുറത്തുവിട്ടിട്ടുണ്ട്. അപ്പൊ സെൻകുമാർ സാർ എന്ന് ചോദിച്ചാൽ അദ്ദേഹം അന്ന് കേരള പോലീസിനെ കാവ്യവൽക്കരിക്കാനുള്ള വലിയ നടപടി സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന കാലമാണ്. അപ്പൊ എന്ത് ചെയ്തു അദ്ദേഹം? മധുബാബുവിനെ പോലൊരു പോലീസ് ഉദ്യോഗസ്ഥന് അന്വേഷണ റിപ്പോർട്ട് വരുമ്പോൾ അദ്ദേഹം അത് സ്വാഭാവികമായും പൂഴ്ത്തിവെക്കും. അപ്പൊ മധുബാബുവിന്റെ അന്വേഷണ റിപ്പോർട്ട് പൂഴ്ത്തിവെച്ചെന്ന് ഞാൻ ഇന്നലെ പറഞ്ഞപ്പോൾ അദ്ദേഹം അതിനെ പരിപൂർണമായി ഇല്ല എന്ന് ന്യായീകരിച്ചുകൊണ്ട് അദ്ദേഹം ഇന്നലെ ഫേസ്ബുക്കിൽ അത് പോസ്റ്റ് ചെയ്തു. ഇന്ന് ഞാൻ അതിന്റെ എവിഡൻസ് വിട്ടിട്ടുണ്ട്. അപ്പൊ കേരള പോലീസിലെ ഇത്തരം ക്രിമിനൽസിനെ സംരക്ഷിക്കുന്ന ഉയർന്ന നിലവാരത്തിലുള്ള കുറേയേറെ പോലീസ് ഉദ്യോഗസ്ഥരുണ്ടെന്ന് ഇതിൽ പല ഒരു തെളിവ് വരെ വേണ്ട. ഇപ്പോ എന്റെ സംഭവത്തിൽ 2016 എന്റെ സംഭവത്തിൽ റിപ്പോർട്ട് കൊടുക്കുന്നത്. അത് സ്വാഭാവികമായും ആ റിപ്പോർട്ടിന്മേൽ ഇപ്പൊ ഫോഴ്സിനകത്തൊരു നടപടിക്രമങ്ങൾ ഉണ്ടായാൽ, അന്വേഷണ റിപ്പോർട്ട് ഉണ്ടായാൽ അത് മാറ്റിവെക്കേണ്ട ആവശ്യമില്ല. അത് നടപടി എന്തുമാകട്ടെ നടപടി എടുക്കേണ്ടതാണ്. പക്ഷെ നടപടി എടുത്തില്ല. അപ്പൊ അത് ഈ ക്രിമിനൽ പോലീസ് ഉദ്യോഗസ്ഥരെ സഹായിക്കുന്ന നിലപാടാണ് അന്നത്തെ DGP ആയിരുന്ന സെൻകുമാർ സ്വീകരിച്ചത്. നന്ദുഷ വിവരങ്ങളുമായി ചേരുന്നു. നന്ദുഷ, ഇന്നലെ സെൻകുമാർ പറഞ്ഞത് 2012 താനല്ല DGP അല്ല, ഈ റിപ്പോർട്ട് വന്ന കാലത്ത് താൻ മാറി നിൽക്കുകയായിരുന്നു എന്നൊക്കെയാണ്. അതായത് ഇതിന് എന്ത് തെളിവാണ് ജയകൃഷ്ണൻ പുറത്തുവിടുന്നത്? ജയകൃഷ്ണന്റെ പക്കലുള്ളത് വിവരാവകാശ രേഖകളാണ്. കാരണം ഈ SP ഹരിശങ്കർ അന്നത്തെ കോന്നി CA ആയിരുന്ന മധുബാബുവിനെതിരെ സമർപ്പിച്ച റിപ്പോർട്ട് അന്നത്തെ DGP ആയിരുന്ന സെൻകുമാറിന് മുൻപാകെയാണ് സമർപ്പിക്കപ്പെട്ടത് എന്ന് തെളിയിക്കുന്ന തരത്തിലുള്ള വിവരാവകാശ രേഖ തന്റെ പക്കലുണ്ട് എന്നാണ് ജയകൃഷ്ണൻ ആരോപിക്കുന്നത്. അതാണ് പ്രധാനമായും പോലീസിലെ ക്രിമിനൽസിനെ വളമൊരുക്കിയത്, അല്ലെങ്കിൽ ക്രിമിനൽസിനെ വളരാനുള്ള സാഹചര്യം ഒരുക്കിയ DGP സെൻകുമാർ ആണെന്ന് ജയകൃഷ്ണന്റെ പ്രധാന ആരോപണത്തിന് അടിസ്ഥാനമായി ജയകൃഷ്ണൻ ചൂണ്ടിക്കാണിക്കുന്നത്. ഏതായാലും 2012 ജയകൃഷ്ണന് കോന്നി CA ആയിരുന്ന മധുബാബുവിൽ നിന്ന് മർദ്ദനമേറ്റത്. പിന്നീട് ജയകൃഷ്ണൻ പോലീസ് കംപ്ലൈന്റ് അതോറിറ്റിക്കും മുഖ്യമന്ത്രിക്കും അടക്കം പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ അന്നത്തെ SP ആയിരുന്ന ഹരിശങ്കറാണ് മധുബാബുവിനെതിരെ അന്വേഷണം നടത്തുകയും ഈ റിപ്പോർട്ട് പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിന് മുമ്പിൽ DGPക്ക് മുൻപാകെ സമർപ്പിക്കുകയും ചെയ്തത്. ഇത് സംബന്ധിച്ച് ആരായിരുന്നു DGP എന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തത വരാനുണ്ട്. കാരണം ജയകൃഷ്ണന്റെ ആരോപണങ്ങളെല്ലാം പരിപൂർണമായി സെൻകുമാർ തള്ളുന്നുണ്ട്. ആ DGP എന്ന തരത്തിലാണ് സെൻകുമാറിന്റെ പ്രതികരണം പുറത്തു വന്നിരിക്കുന്നത്. ലോക്നാഥ് ബെഹ്റ ആയിരുന്നു ആ കാലയളവിൽ DGP എന്നും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു. അതായത് റിപ്പോർട്ട് സമർപ്പിക്കപ്പെട്ട സമയത്ത് DGP ലോക്നാഥ് ബെഹ്റ ആയിരുന്നു എന്നാണ് സെൻകുമാർ പറയുന്നത്. ഏതാണ്ട് ദിവസങ്ങളുടെ മാത്രം വ്യത്യാസത്തിനിടയിലാണ് റിപ്പോർട്ട് സമർപ്പിക്കപ്പെട്ടതും പിന്നീട് DGPക്ക് മാറ്റം ഉണ്ടാവുകയും ചെയ്യുന്നത്. ഇക്കാര്യത്തിൽ ഇനിയും വ്യക്തത വരാനിരിക്കുന്നുണ്ട് എന്നാണ് പൊതുവെയുള്ള ഒരു ധാരണ. ഏതായാലും സെൻകുമാറിനെതിരെ ഉള്ള ഒരു ആരോപണങ്ങൾ കടുപ്പിക്കുകയാണ് നിലവിൽ ജയകൃഷ്ണൻ SFI നേതാവായിട്ടുള്ള ജയകൃഷ്ണൻ തണ്ണിത്തോട്. ആദ്യഘട്ടത്തിൽ മധുബാബുവിനെതിരായിട്ടുള്ള ആരോപണങ്ങൾ പറഞ്ഞുവെങ്കിലും പിന്നീട് ഇപ്പോൾ മുൻ DGP ആയിട്ടുള്ള സെൻകുമാറിനെതിരെയാണ് ജയകൃഷ്ണൻ ആരോപണങ്ങളുമായി രംഗത്ത് വരുന്നത്. ഏതായാലും വിവരാവകാശ രേഖകളുടെ അടിസ്ഥാനത്തിലാണ് തന്റെ വാദം എന്നാണ് ജയകൃഷ്ണൻ ആരോപിക്കുന്നത്. ശരി നന്ദുഷ.